അവിടെ ഒരു ബേസ്മെന്റിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. ഒരു യുവതിയുടെ നഗ്നമായ ശരീരം മണ്ണിൽ പാതി പുതഞ്ഞ നിലയിൽ. യാതൊരു പരിക്കുകളും പുറമേ കാണാനില്ല. അവൾക്ക് ജെയിൻ ഡോ എന്ന് പേരിട്ടു. പുറമേ പരിക്കുകളൊന്നുമില്ലാത്ത ഒരു ബോഡി. ഓട്ടോപ്സി ചെയ്യുന്ന ഒരു അച്ഛനും മകനും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇരുണ്ട രഹസ്യം. ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് 2010കളിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഹൊറർ ത്രില്ലറുകളിലൊന്നായ ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ എന്ന സിനിമയെക്കുറിച്ചാണ്. ആൻഡ്രേ ഓവ്രഡൽ സംവിധാനം ചെയ്ത് എമിൽ ഹിർഷും ബ്രയാൻ കോക്സും അഭിനയിച്ച ഈ സിനിമ നിങ്ങളെ ഒരു മോർച്ചറിയിൽ കുടുക്കിയിടുകയും പുറത്തുവിടാൻ സമ്മതിക്കുകയുമില്ല. പക്ഷേ ശരിക്കും ജെയിൻ ഡോയ്ക്ക് എന്ത് സംഭവിച്ചു? ആ എൻഡിങ്ങിന്റെ അർത്ഥമെന്താണ്? നമുക്ക് കീറിമുറിച്ച് പരിശോധിക്കാം. സിനിമ തുടങ്ങുന്നത് രക്തം നിറഞ്ഞ നിഗൂഢമായ ഒരു ക്രൈം സീനിലാണ്. അവിടെ ഒരു ബേസ്മെന്റിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. ഒരു യുവതിയുടെ നഗ്നമായ ശരീരം മണ്ണിൽ പാതി പുതഞ്ഞ നിലയിൽ. യാതൊരു പരിക്കുകളും പുറമേ കാണാനില്ല. അവൾക്ക് ജെയിൻ ഡോ എന്ന് പേരിട്ടു. നമ്മൾ ടോമിയെയും മകൻ ഓസ്റ്റിനെയും കാണുന്നു. ടോമി ഒരു വെറ്ററൻ കൊറോണറാണ്. ഓസ്റ്റിൻ ഈ ജോലി പഠിച്ചു വരുന്നതേയുള്ളൂ. രാവിലെ ആകുന്നതിനു മുൻപ് ജെയിൻ ഡോയുടെ ബോഡി എക്സാമിൻ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുന്നു. തുടക്കത്തിൽ അതൊരു സിമ്പിൾ ജോലിയായി തോന്നി. പക്ഷേ കാര്യങ്ങൾ പതിയെ വഷളാകാൻ തുടങ്ങി. അവർ ഓട്ടോപ്സി തുടങ്ങിയപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ ശരീരം പുറമേ കാണാൻ ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഉള്ളിലാകെ തകർന്നിരുന്നു. അവളുടെ ശ്വാസകോശം കത്തിക്കരിഞ്ഞ പോലെ കരുത്തിരുന്നു. അവളുടെ നാവ് ബലമായി മുറിച്ചുമാറ്റിയിരിക്കുന്നു. കൈകളിലും കണങ്കാലുകളിലും കെട്ടിയിട്ടതിന്റെ പാടുകളുണ്ടായിരുന്നു. ഉള്ളിലെ അവയവങ്ങൾക്ക് വലിയ ക്ഷതമുണ്ടായിരുന്നു. ആരോ ടോർച്ചർ ചെയ്തതുപോലെ. പക്ഷേ പുറത്തു ഒരു പോറൽ പോലുമില്ല. അവളുടെ വയറ്റിൽ നിന്ന് ഒരു തുണി കിട്ടി. അതിൽ വിചിത്രമായ ചിഹ്നങ്ങളും റോമൻ നമ്പറുകളും ഉണ്ടായിരുന്നു. ആ തുണിയിലെ വാചകം വൈദ്യമകളെക്കുറിച്ചുള്ള ബൈബിളിലെ ഒരു ഭാഗം സൂചിപ്പിക്കുന്നതായിരുന്നു. ആരോ ഒരാൾ അവളോടിത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൾ ഒരു ഇര മാത്രമല്ല. ജെയിൻ ഡോ തന്നെയാണ് ആ രഹസ്യം. പെട്ടെന്ന് കരണ്ട് പോകുന്നു. റേഡിയോയിൽ നിന്ന് വിചിത്ര ശബ്ദങ്ങൾ വരുന്നു. വാതിലുകൾ തനിയെ അടയുന്നു. മോർച്ചറിയിലെ മറ്റ് ഡെഡ് ബോഡികൾ കാണാതാകുന്നു. ഇതൊരു സാധാരണ ഓട്ടോപ്സി അല്ലെന്ന് ഓസ്റ്റിനും ടോമിക്കും മനസ്സിലായി. അവർ ആക്രമിക്കപ്പെടുകയാണ്. അവർ ആ ബോഡി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തോ ഒന്ന് അവരെ തടയുന്നു. ടോമിക്ക് ഹാലൂസിനേഷനുകൾ വരാൻ തുടങ്ങി. ജെയിൻ ഡോയുടെ ശരീരത്തിൽ കണ്ട അതേ ലക്ഷണങ്ങൾ, വാരിയെല്ലുകൾ ഒടിയുന്നതും ഇന്റേണൽ ബ്ലീഡിങ്ങും ടോമിയുടെ ശരീരത്തിലും പുറമേ പരിക്കുകളില്ലാതെ കണ്ടു തുടങ്ങി. ജെയിൻ ഡോ സാധാരണ രീതിയിൽ മരിച്ചിട്ടില്ല. അവൾ ആ സ്ഥലം കൺട്രോൾ ചെയ്യുകയാണ്. അവൾ ഒരു വിച്ചാണ്, അല്ലെങ്കിൽ അതിലും പഴയ എന്തോ ഒന്ന്. അപ്പോൾ ആരാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ജെയിൻ ഡോ? എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് സേലം വിച്ച് ട്രയൽസിലേക്കാണ്. വയറ്റിൽ നിന്ന് കിട്ടിയ തുണിയിലെ വാചകം ലെവിറ്റിക്കസ് 20:27 നിങ്ങളുടെ ഇടയിൽ മന്ത്രവാദം ചെയ്യുന്ന പുരുഷനോ സ്ത്രീയോ വധിക്കപ്പെടണം. ഒരു വിച്ചിനെ കൊല്ലുന്ന രീതിയിൽ അവളെ പീഡിപ്പിച്ചു. പക്ഷേ ആ ശിക്ഷ അവളെ കൊന്നില്ല. മറിച്ച് അത് അവളെ തീരാത്ത വേദനയിൽ തളച്ചിട്ടു. അവളൊരു പ്രതികാരം ചെയ്യുന്ന പ്രേതമല്ല. അവൾ ജീവിക്കുന്ന ഒരു കേഴ്സാണ്. ചരിത്രപരമായ അനീതിയുടെ ഇര. ഇപ്പോൾ അവളുടെ വേദന ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെ പുറത്തുവരുന്നു. ടോമി ഒരു അവസാന ശ്രമത്തിനായി അവൾക്ക് വേദന കുറയ്ക്കാൻ തന്റെ ശരീരം അവൾക്ക് നൽകുന്നു. അവൾ അത് സ്വീകരിക്കുന്നതായി തോന്നി. ടോമി മരിക്കുന്നു. പക്ഷേ അവൾ നിർത്തിയില്ല. അടുത്ത ദിവസം രാവിലെ എല്ലാം നോർമലായതുപോലെ തോന്നി. ജെയിൻ ഡോയുടെ ബോഡി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്. ഡ്രൈവർ റേഡിയോ കേൾക്കുന്നു. അത് പെട്ടെന്ന് നിലയ്ക്കുന്നു. അതേസമയം അവളുടെ കാൽവിരൽ ചെറുതായി ഒന്നിളകുന്നു. ഈ അവസാന നിമിഷം ഒരു കാര്യം ഉറപ്പിക്കുന്നു. ജെയിൻ ഡോ ഇപ്പോഴും ആക്റ്റീവാണ്. ആ കേസ് തീർന്നിട്ടില്ല. അത് അതിന്റെ അടുത്ത ഇരയിലേക്ക് മാറിയിരിക്കുന്നു. അവൾ മരിച്ചു എന്നതല്ലായിരുന്നു യഥാർത്ഥ ഹൊറർ. അവൾ ശരിക്കും മരിച്ചിട്ടേ ഇല്ലെന്നതായിരുന്നു. അവളുടെ വേദനയും അനീതിയും അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജെയിൻ ഡോ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? കമന്റിൽ പറയൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഷട്ടർ ഐലൻഡ് ബ്രേക്ക് ഡൗൺ അടുത്തതായി കാണുക.